അസ്സലാമു അലൈക്കും. മക്കളെ ഉറങ്ങിപ്പോയ മക്കളെ? അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വ ആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വന്നിരായ സൈഫുദ്ദീൻ ഹാജി, ജനറൽ സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, വന്നിരായ സഖാഫി ഉസ്താദ്, അനസ് ഉസ്താദ്, വേദിയിലും അതുപോലെ സദസ്സിലൊക്കെ ഇരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഈ മദ്രസ അങ്കണത്തിൽ, ഈ മദ്രസയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിൽ ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മാരകമായ രോഗങ്ങളുടെ വൈറസുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവകളെ നശിപ്പിച്ചു കളയുകയും ദീർഘായുസ് പ്രദാനം ചെയ്യുകയും മരണം വരെയും ഇബാദത്തിന് കോട്ടം തട്ടാതെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ നാഥനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, മക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പറയട്ടെ? ഒന്ന് രണ്ട് കഥയും പറഞ്ഞ് ഒന്ന് രണ്ട് സംഭവം പറഞ്ഞ് ഞാൻ നിർത്തും, പെട്ടെന്ന് നിർത്തും. എനിക്ക് ശേഷം ഷിഹാബ് സാറിന് സംസാരിക്കാനുണ്ട്, ഉമർ സാറിന് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഉമർ സാറിനും എനിക്കും ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുമുണ്ട്. അങ്ങനെ പോകും. 2022 ഡിസംബർ മാസം 21-ാം തീയതി 2022, ഇതിപ്പോ ഏത് വർഷമാണ്? 2022 ഡിസംബർ മാസം 21-ാം തീയതി രാവിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ, നമ്മളെ സാധാരണ കേൾക്കുന്ന റേഡിയോ അല്ലേ, FM അല്ല, സാധാരണ നോർമൽ റേഡിയോയിൽ പ്രഭാതഭേരി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെയും താലൂക്ക് ഹോസ്പിറ്റലുകളിലെയും സൂപ്രണ്ടുമാർ സംസാരിക്കുകയായിരുന്നു. ഒന്നുകൂടി, 2022 ഡിസംബർ മാസം 21-ാം തീയതി രാവിലെ പ്രഭാതഭേരിയിൽ ആരാ സംസാരിക്കുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെയും താലൂക്ക് ഹോസ്പിറ്റലുകളിലെയും സൂപ്രണ്ടുമാർ. അവർ പറയുന്നത് എന്താണെന്നറിയോ? മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, അതുപോലെ ഇവിടെ ഡോക്ടർ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. മെഡിക്കൽ കോളേജുകളിൽ 200-ൽ പരം രോഗികളും താലൂക്ക് ഹോസ്പിറ്റലുകളിൽ 50-ൽ പരം രോഗികളും ആരും ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നു. കേൾക്കുകയാണോ? അവരെ നോക്കാൻ ആരുമില്ല. അവരോടൊപ്പം അവര് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് കൊടുത്തിരുന്ന ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ ഒന്നുകിൽ അതിൽ പറയുന്നത് റോങ് നമ്പർ, അതല്ല എങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണ് കാരണം? ആ വന്നപ്പോഴേ തന്നെ ഉപ്പായെ അല്ലെങ്കിൽ ഉമ്മായെ അല്ലെങ്കിൽ ഉമ്മുമ്മയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അകത്ത് കയറ്റി കിടത്തിയതിന് ശേഷം ഒരല്പം സ്റ്റേബിൾ ആയതിനു ശേഷം അവിടെ നിന്ന് മുങ്ങിപ്പോകണം എന്ന് അപ്പോഴേ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ റോങ് നമ്പർ കൊടുത്തത്. ആണോടെ? ഈ പറയുന്നത് കേൾക്കുന്നില്ലേ? വിളിക്കുമ്പോ റോങ് നമ്പർ ആവുന്ന എന്തുകൊണ്ടാ? കള്ള നമ്പർ കൊടുത്തോണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ കേരളത്തിലെ ഏതെങ്കിലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അവരുടെ മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ?
ഒന്നുകിൽ സ്കൂളിലെ ഒരു അധ്യാപകൻ നമ്മെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ശകാരിച്ചു, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദ് ഒരു അടി തന്നു എന്ന് കേട്ടാൽ ഉടൻ തന്നെ ഉസ്താദിനെ വിളിക്കുകയും ഉസ്താദിനോട് ദേഷ്യപ്പെടുകയും ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ അടിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്ന ഉമ്മയും ഉപ്പയും അല്ല ഇപ്പോൾ ഈ കേരളത്തിലുള്ളത്? ആണോ? അല്ലേ? ആണ്. അതേ ഉപ്പയെയും ഉമ്മയെയും ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പതുക്കെ മുങ്ങിപ്പോകുന്നത്. ആരാ മുങ്ങിപ്പോകുന്നത്? ഉപ്പയും ഉമ്മയുമാണോ കൊണ്ടുവന്ന് ആക്കിയിട്ട് മുങ്ങിപ്പോകുന്നത്? ആണോ? അല്ല. ആരാ? തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും തറയിൽ വെച്ചാൽ പേനരിക്കുമെന്നും. ശരിയാണോ? തിരിഞ്ഞുപോയോ? എന്നാൽ തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അങ്ങനെ ഭയന്നുകൊണ്ട്, വളരെ സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി വളർത്തിയ അതേ മക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഉമ്മമാരെ ഉപ്പമാരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ട് മുങ്ങിക്കളയുന്നത്. ഇനി ആ ഡോക്ടർമാർ പറയുകയാണ്, ഞങ്ങളാ രക്ഷകർത്താക്കളോട്, ആ ഉപ്പമാരോടും ഉമ്മമാരോടും അല്ലെങ്കിൽ ആ അമ്മമാരോടും അച്ഛന്മാരോടും ഞങ്ങൾ ചെന്ന് ചോദിക്കാറുണ്ട്. മാത്രമല്ല, പത്രപ്രതിനിധികൾ വന്ന് ഞങ്ങളോട് ചോദിക്കും, ഇവിടെ ആളില്ലാതെ കിടക്കുന്ന ആളുകളുമായിട്ട് ഞങ്ങളൊന്ന് സംഭാഷണം നടത്തിക്കോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ആ രക്ഷകർത്താക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്? നിങ്ങൾ അതിനെക്കുറിച്ചൊരു ബൈറ്റ് തരാമോ? നിങ്ങൾക്ക് വീഡിയോയ്ക്ക് മുന്നിൽ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആലോചിക്കുന്നത് എന്താണെന്നറിയോ? വേണ്ട മക്കളെ, വേണ്ട. ഞാൻ കാരണമായി ഞാൻ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകും. പക്ഷേ ഞാൻ കാരണമായി എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ വിഷമിക്കാൻ പാടില്ല, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഉപ്പയും ഉമ്മയും, വേദനിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ സമയത്താണ് ആരാണ് നമ്മുടെ ഉപ്പ, ആരാണ് നമ്മുടെ ഉമ്മ, നമ്മളെ എത്രത്തോളം സ്നേഹിച്ചവരാണ് അവർ, നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ മദ്രസകളുടെ ആവശ്യം അപ്പോഴാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളോട് ഞാൻ ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങളോട് നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്നേഹമുണ്ടോ? ഇല്ലേ? സ്നേഹമുണ്ടോ? ആ പ്രദേശമൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത്. അവിടെ ഇരിക്കുന്നവർ ഏത് ഭാഗത്തുള്ളവരാ? ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങളോട് സ്നേഹമുണ്ടോ? ഇല്ലേ? ഉണ്ട്. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും വയസ്സാകുമ്പോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ തരാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതാകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടുവന്നാക്കിയിട്ട് പോകുമോ? ഇത് നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് എവിടെന്നാ പഠിച്ചത്? എവിടെ നിന്നാ പഠിച്ചത്? മദ്രസയിൽ നിന്നാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളെ സ്നേഹത്തോടുകൂടി വളരെയധികം ലാളനത്തോടുകൂടി നമ്മളെ വളർത്തി, ആ വളർത്തിയ ഉപ്പയും ഉമ്മയും വയസ്സായി നമ്മുടെ അടുക്കലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരോട് ഛെ എന്ന ഒരു വാക്ക് പോലും, എന്നൊരക്ഷരം പോലും അവരോട് ഉച്ചരിക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളും നമ്മുടെ ഉസ്താദുമാർ നിരന്തരം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു കാരണവശാലും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിലോ വൃദ്ധസദനങ്ങളിലോ കൊണ്ടുവന്നാക്കാൻ സാധിക്കില്ല. നമ്മൾ തമാശ രൂപത്തിൽ പറയുന്ന ഒരു കഥ നമുക്കറിയാം, അല്ലേ? 3 വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരു പിതാവ് മയ്യത്ത് കെട്ടിൽ വാങ്ങാൻ വേണ്ടി പോയ, അതായത് കബറടക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ കൊണ്ടുവരുന്ന മയ്യത്ത് കെട്ടിലല്ല, കബറടക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ ബോക്സ് വാങ്ങാൻ പോയ സംഭവം തമാശ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട്. കടയിൽ ചെന്ന് ബോക്സിന്റെ വിലയെല്ലാം സംസാരിച്ച് വരുമ്പോ 3 വയസ്സുള്ള കുഞ്ഞു ചോദിക്കുകയാണ്, ഉപ്പ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത്? അപ്പോ ആ പിതാവ് പറഞ്ഞു, നമ്മുടെ ഉപ്പാപ്പ വയസ്സായി കിടക്കുകയാണല്ലോ, ഉപ്പാപ്പ മരിക്കുമ്പോൾ അടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഉടൻ ആ കുഞ്ഞു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി വാങ്ങിച്ചോളൂ, 3 വയസ്സേ ഉള്ളൂ, ഇന്നത്തെ കാലം അങ്ങനെയാണ്, ഒന്നുകൂടി വാങ്ങിച്ചോളൂ, നിങ്ങൾ വയസ്സാകുമ്പോൾ ഞാനിനി ഇങ്ങോട്ട് വരണ്ടല്ലോ, അപ്പോഴങ്ങ് എടുത്ത് അടക്കാമല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഒരു കാരണവശാലും, ഇത് നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നതാണെങ്കിൽ പോലും നമ്മുടെ മക്കളെ അവർക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് കൊടുക്കേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്തില്ല എങ്കിൽ
ഖേദിക്കേണ്ടി വരുന്നത് നമ്മളാണ് എന്ന് ഒരു കാരണവശാലും മറന്നു പോകരുത്. അന്നേരം നമ്മൾ കൈയിട്ടടിച്ചിട്ട് കാലിട്ടടിച്ചിട്ട് ഒരു കാര്യവുമില്ല. വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ മാത്രമല്ല, മതവിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികളിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുത്താലിമ്യങ്ങൾ വരുമ്പോൾ അവര് പല ആവശ്യങ്ങൾ, അത് പ്രത്യേകിച്ച് അറ്റസ്റ്റ് ചെയ്യാനും മറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൽ പല രൂപത്തിലുള്ള ആളുകൾ ഇരിപ്പുണ്ടാവും. അവരൊക്കെ ഈ മുത്താലിമ്യങ്ങളെ കാണുമ്പോഴത്തേക്ക് പറക്കെ ഇപ്പൊ ഇവിടെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് വിടാറുണ്ട്. പക്ഷേ കുറച്ചു നാൾ മദ്രസയിൽ പഠിക്കുകയും ദീന വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്ത കുട്ടികളാണ് ഇതുപോലുള്ള വേദികളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരിക്കുന്നതെങ്കിൽ വളരെ സ്നേഹത്തോടെ അവരെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടി സൈൻ ചെയ്തു കൊടുക്കാനും മറ്റുമൊക്കെ തയ്യാറാകും. അതായത് ഇത് നമ്മുടെ കുട്ടിയാണ്, നമ്മൾ അവരെ പറഞ്ഞയക്കേണ്ടവരല്ല എന്ന ബോധം ആ കുട്ടികൾക്കുണ്ടാകും. അത്തരത്തിൽ മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്ന, മറ്റുള്ളവരെ മൂത്തവരെ ബഹുമാനിക്കുകയും കുഞ്ഞുങ്ങളോട് സ്നേഹം പുലർത്തുകയും ചെയ്യണം എന്നൊക്കെയുള്ള നല്ല അയൽക്കാരനോട് നല്ല രീതിയിൽ അനുവർത്തിക്കണം, നല്ല രീതിയിൽ സഹകരിക്കണം എന്നൊക്കെയുള്ള നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ, നിരന്തരം പറഞ്ഞു കൊടുക്കാൻ ഈ മദ്രസ വിദ്യാഭ്യാസത്തിനാണ് സാധിക്കുക. എന്ന് വിചാരിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മോറൽ എഡ്യൂക്കേഷൻ ഇല്ല എന്നല്ല. ഇപ്പോ പല സ്കൂളുകളിലും, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ മോറൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ ഈ മദ്രസയിലേക്ക് അയച്ച് ഇവിടുന്ന് കിട്ടുന്നത് പോലുള്ള ആ രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നതിന് സഹായിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമർ സർ, സാറിന് 9 മണിക്ക് മുമ്പ് പോകണം ഇൻഷാ അല്ലാഹ്. ഡോക്ടർ മുഹമ്മദ് അരീഫി എന്ന് പറയുന്ന സൗദിയിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു സൈനിക ക്യാമ്പിനുള്ളിലുള്ള ഒരു പള്ളിയിലെ ഇമാമാണ്. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ മുഴുവൻ ആളുകളും മുസ്ലിമീങ്ങളായിരിക്കും. സൈനിക ക്യാമ്പിനകത്ത് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം, സൈനികരെല്ലാവരും മുസ്ലിംസാണ്. അപ്പോ ഇദ്ദേഹം ഏകദേശം ഒരു 11-11:30 ടൈം ആകുമ്പോൾ പള്ളിയിലേക്ക് വരും, സൈനിക ക്യാമ്പിനുള്ളിലേക്ക് വരും. തിരിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വണ്ടി തിരിച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. ഒരു ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ സൈനിക ക്യാമ്പിന്റെ പാറാവുകാരൻ, സെക്യൂരിറ്റി ഓഫീസർ ഡോറ് തുറന്നു കൊടുക്കുന്നില്ല, അതായത് ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല പുള്ളിയുടെ വണ്ടിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡ്രൈവർ 1 തവണ ഹോൺ അടിച്ചു, 2 തവണ ഹോൺ അടിച്ചു, 3 തവണ ഹോൺ അടിച്ചു. ഒരു രക്ഷയില്ല. ആ സെക്യൂരിറ്റി ഓഫീസർ തിരിഞ്ഞു നോക്കുന്നേയില്ല. ഡോക്ടർ മുഹമ്മദ് അരീഫി സൗദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദാഇയാണ്, പ്രബോധകനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ത്തിയതിനു ശേഷം ഉറക്കെ ഒരു സലാം പറഞ്ഞു. എന്നിട്ട് ആ സെക്യൂരിറ്റി ഓഫീസറോട് ഒന്ന് അടുത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം അടുത്തോട്ട് വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ഗേറ്റ് ഒന്ന് തുറന്നു തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, അങ്ങക്ക് എന്ത് വിഷമമാണ്, അങ്ങക്ക് എന്ത് പിണക്കമാണ് എന്നോടുള്ളത് എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു തരാം, അതല്ല എങ്കിൽ ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് അരീഫ് പറഞ്ഞു, ഞാൻ അങ്ങയുമായി അയൽവക്ക ബന്ധം ഇല്ല, കുടുംബ ബന്ധമില്ല, വിവാഹ ബന്ധമില്ല, ഞാൻ അങ്ങയുമായി യാതൊരു തരത്തിലുള്ള പണ ഇടപാടും നടത്തിയിട്ടില്ല, സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ല, പിന്നെ എന്തിനാണ് എനിക്ക് അങ്ങയോട് പിണക്കമുണ്ടാവേണ്ടത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, അങ്ങ് ഇങ്ങോട്ട് കടന്നു വരുമ്പോ 11-11:30 മണിക്ക് അങ്ങയുടെ വണ്ടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്ത് അങ്ങയുടെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ത്തുകയും എന്നോട് സലാം പറയുകയും കൈഫ ഹാലുക്കും, സുഖമാണോ എന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പള്ളിയിൽ കയറി ജുമാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്നോടൊരു നന്ദി വാചകം പറയുകയോ ഒരു സലാം പറയുകയോ ഒരു ദുആ ചെയ്യുകയോ ചെയ്യാതെയാണ് അങ്ങയുടെ വണ്ടി ഇതുവഴി കടന്നു പോകാറുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് അരീഫി വണ്ടി ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തെ മുആനക്ക ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
വല്ലാഹി സുമ്മ വല്ലാഹി, ഞാൻ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ സൈലന്റിലാക്കും. ആ സൈലന്റ് ആക്കിയ ഫോണിൽ എൻ്റെ ജുമാ നിസ്കാരവും ഖുതുബയും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വന്നിട്ടുണ്ടാകും. ഈ മെസ്സേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയും പ്രധാനപ്പെട്ട മെസ്സേജുകൾക്ക് മറുപടി അയക്കുകയും പ്രധാനപ്പെട്ട കോളുകൾക്ക് റിപ്ലൈ അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വണ്ടി ഇതുവഴി കടന്നു പോവാറുള്ളത്. ഞാൻ അറിയാറില്ല. പക്ഷേ അങ്ങയിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. അങ്ങയുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താത്ത, കുടുംബബന്ധമില്ലാത്ത ഈ ഒരു വ്യക്തി അങ്ങയ്ക്കൊരു സലാം, അങ്ങ് എന്നിൽ നിന്ന് ഒരു സലാമും ഒരു ദുആയും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഈ സംഭവം അദ്ദേഹത്തിന്റെ എൻജോയ് യുവർ ലൈഫ് ഇസ്തംതിഉ ബിഹയാതിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, സൗദി അറേബ്യയിലെ 2020 ബെസ്റ്റ് സെല്ലറായിരുന്ന പുസ്തകത്തിൽ അദ്ദേഹം 20 വർഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രബോധന രംഗത്ത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കോറിയിട്ട പുസ്തകം. ആ പുസ്തകത്തിനകത്ത് വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, അതെ, യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്നിൽ നിന്ന് ഒരു സലാം പ്രതീക്ഷിക്കുന്നു എങ്കിൽ നമ്മളാക്കി വളർത്തിയ നമ്മുടെ ഉമ്മ, നമ്മളാക്കി വളർത്തുന്നതിന് സഹായിച്ച നമ്മുടെ പിതാവ്, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുക്കൾ, ജമാഅത്ത്, നാട്ടുകാർ, രാജ്യം നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 വർഷക്കാലമാണ് നമുക്ക് ഉമ്മ മുലപ്പാല് തന്നത്. ഓരോ ദിവസവും 8, 9, 10, 15 പ്രാവശ്യം ആ ഉമ്മ നമ്മളെ എടുത്ത് ഉമ്മയുടെ മടിയിലേക്ക് എടുത്ത് വെക്കുമ്പോ ആ ഉമ്മ നമ്മുടെ കണ്ണിലേക്ക് നോക്കാറുണ്ട്. ആ നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഉമ്മ ആഗ്രഹിക്കാറില്ല ഈ കുഞ്ഞ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കുട്ടിയാവണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ആഗ്രഹിക്കുമോ? ഇല്ല. പിന്നെന്താണ് ആഗ്രഹിക്കാറുള്ളത്? ഈ ലോകത്തെ ഏറ്റവും വലിയ മകനായി ഈ കുഞ്ഞ് വളരണം. ഈ മകനായിരിക്കണം എനിക്ക്, ഞാൻ മരണപ്പെടുന്ന സമയത്ത് എന്റെ വായിലേക്ക് വെള്ളമിപ്പിച്ച് തരേണ്ടത് ഈ മകനായിരിക്കണം. ഇതുപോലുള്ള പല 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 ഓർമ്മകളായിരിക്കും ആ കരയുന്ന കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ച് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഉപ്പമാർ ആഗ്രഹിച്ചിട്ടുള്ളത്. ആ ഉപ്പമാരുടെ ആഗ്രഹം, ആ ഉമ്മമാരുടെ ആഗ്രഹം, ഈ ജമാഅത്തിന്റെ ആഗ്രഹം, ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. നാഥനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആന്റെ വാക്യം കൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെയൊക്കെ ഉസ്താദുമാർ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.